മേയർ ഔട്ട്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് തിരുവനന്തപുരം മേയർ BV രാജേഷ് ഔട്ട്. ഇപ്പോൾ കൈരളിയുടെ ഒരു കാർഡ് ഇപ്പോൾ ഞാൻ കണ്ടു. കേരളത്തിലെ മാപ്രളങ്ങ് സന്തോഷത്തിലാണ്. BJPയുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ തിരുവനന്തപുരത്ത് മേയർ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ഉണ്ടാകുമെന്ന്. അങ്ങനെ മേയർ സ്വീകരിക്കാനില്ല. അതുകൊണ്ട് മേയറെ ഒഴിവാക്കി. മോദിയുടെ സന്ദർശനത്തെ തിരുവനന്തപുരത്ത് നിന്ന് പ്രഖ്യാപിക്കുന്ന വലിയ വികസന പദ്ധതികളെ ചെറുതാക്കി കാണിക്കാൻ ഈ സംഭവം എടുത്ത് അങ്ങ് പർവ്വതീകരിച്ച് വാർത്തയാക്കുകയാണ് മാധ്യമങ്ങൾ. മാപ്പറുകൾക്ക് അങ്ങ് വലിയ സന്തോഷമായി. പിന്നെ കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ചെറിയ നിരാശയുണ്ട്. കാരണം അവർ പ്രതീക്ഷിച്ചു പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ആദ്യമായി വന്നിറങ്ങുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ BJP മേയർ, അതും തലസ്ഥാനത്തിൻ്റെ മേയർ, ഒരു പൂമാല അല്ലെങ്കിൽ ബൊക്ക കൊടുത്ത്, ഒരു പുഷ്പം കൊടുത്ത് ആരാധ്യനായ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും എന്ന് കരുതിയിരുന്നു. അപ്പോൾ അവർക്കൊരു വിഷമമുണ്ട്. ആ വിഷമം ഉണ്ടായെങ്കിൽ ആ വിഷമത്തിലേക്ക് പെട്രോൾ ഒഴിക്കാൻ മാപ്പറുകൾ ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഞാൻ പരിശോധിച്ചു അതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ പ്രോട്ടോക്കോൾ അനുസരിച്ച് മേയർ ഉണ്ടാവേണ്ടതാണ്. അത് ഗവർണറും മുഖ്യമന്ത്രിയും കഴിഞ്ഞാൽ പിന്നെ നഗരത്തിലെ പ്രഥമ പൗരൻ എന്ന നിലയിൽ മേയറുടെ ഒരു സാന്നിധ്യം ഉണ്ടാവേണ്ടതാണ്. 2024 പ്രധാനമന്ത്രി വന്നപ്പോൾ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ബൊക്ക കൊടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ചിത്രവും വന്നിരുന്നു. പക്ഷേ അതിനുശേഷം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത മറ്റ് പരിപാടികളിൽ മേയർ ഉണ്ടായിരുന്നില്ല. തിരുവനന്തപുരത്തിൻ്റെ MP അതേപോലെ, മേയർ മാത്രമല്ല MP അവിടെ പ്രധാനമന്ത്രി സ്വീകരിക്കാൻ ഉണ്ടാവേണ്ടതാണ്. രാജേഷ് മാത്രമല്ല, ശശി തരൂരിനെയും കണ്ടില്ല. അപ്പോൾ രാജേഷിനെ മാത്രമല്ല ശശി തരൂരിനെയും ഒഴിവാക്കി എന്ന് പറയാം. എന്താ പറയാത്തത് മാധ്യമങ്ങളെ? ശശി തരൂരിനെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ നിങ്ങൾ നോക്കണം, പ്രധാനമന്ത്രിക്കൊപ്പം 2 പരിപാടികൾ, ഇന്ത്യൻ റെയിൽവേയുടെ പരിപാടികളുണ്ട്, BJPയുടെ പരിപാടികളുണ്ട്. 2 പരിപാടികളിലും നഗരപിതാവായ, നഗരത്തിലെ പ്രഥമ പൗരനായ മേയർ ഇരിപ്പുണ്ട്. പിന്നെ ഈ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള ഒരു ലിസ്റ്റിൽ മേയർ വരേണ്ടതാണ്. പക്ഷേ അത് അലംഘനീയമൊന്നുമല്ല എന്നാണ് ഞാൻ പ്രോട്ടോക്കോൾ നോക്കിയപ്പോൾ. പ്രോട്ടോക്കോൾ അനുസരിച്ച് SPG, പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനത്തിന് ഈ പ്രോട്ടോക്കോൾ പരിശോധിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു പെറ്റീഷൻ വരാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കാം, സ്ക്രീൻ ചെയ്ത് മാറ്റാം. അത് നോക്കുമ്പോൾ 2 പരിപാടികളിൽ മേയർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എയർപോർട്ടിലെ പരിപാടി അവർ വെട്ടിയിരിക്കാം. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഇതിനകത്ത് പിണറായി വിജയൻ്റെ സർക്കാർ കള്ളക്കളി കളിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെ തയ്യാറാക്കുന്ന, അവിടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതും പ്രധാനമന്ത്രിക്കൊപ്പം ഇരിക്കുന്ന പരിപാടികൾ, അതായത് സ്വകാര്യ പരിപാടികളാണെങ്കിൽ ഈ പ്രോട്ടോക്കോൾ ഒക്കെ വ്യവസ്ഥയൊക്കെ മാറ്റാം. പക്ഷേ എയർപോർട്ടിൽ ഇറങ്ങുന്ന ഒരു സ്വകാര്യ പരിപാടിയല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നിറങ്ങുകയാണ്, മിനിസ്റ്റർ ഓൺ വെയിറ്റിംഗ് കൂടെ ഉണ്ടാവണം. അങ്ങനെ ഒരു മന്ത്രി പ്രധാനമന്ത്രി പോകുന്നിടത്ത് കൂടെ ഉണ്ടാവണമെന്നുണ്ട്. അങ്ങനെ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച ആളുണ്ടാവണം. അങ്ങനെ വരുന്ന ഒരു പരിപാടിയിൽ നിന്ന് മേയറെ ഒഴിവാക്കി എന്നാണ് ഇപ്പോൾ വാർത്തയാക്കുന്നത്. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലൊരു കാര്യമുണ്ട്. ഈ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വരുന്നവരെ വേണമെങ്കിൽ SPGക്ക് മാറ്റാം. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കളിയുണ്ട്. കാരണം ഇന്ന ആളുകൾ ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവണമെന്ന് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും BJP ഒരു ലിസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ലിസ്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുക്കുന്നത് BJP അല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, പൊതുഭരണ വകുപ്പാണ്. പൊതുഭരണ വകുപ്പിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിൽ, BJP കൊടുത്ത ലിസ്റ്റിൽ രാജേഷിൻ്റെ പേരുണ്ടായിരുന്നോ? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് രാജേഷിൻ്റെ പേരങ്ങ് വെട്ടിയോ? എന്നിട്ടാണോ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കൊടുത്തതെന്നുള്ള വസ്തുത ഇനി പുറത്തു വരണം. അതല്ല, അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും വേണമെങ്കിൽ SPGക്ക് 2 പരിപാടികളിൽ നഗരപിതാവ് PM-നൊപ്പം ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇതൊക്കെയാണ് ഞാൻ പൊതുവിൽ നോക്കിയപ്പോൾ കണ്ടത്. പ്രിയൻ ഇത് സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു അല്ലേ? അതായത് മേയർ ആര്യ രാജേന്ദ്രൻ പ്രസിഡന്റ് വന്ന സമയത്ത് രാംനാഥ് കോവിന്ദ് വന്നപ്പോഴത്തേക്ക് വാഹന വ്യൂഹത്തിലേക്ക് കാർ ഇടിച്ച് കയറ്റി. അപ്പോൾ കാറ് കൊണ്ട് കയറി അതിൽ പോകുന്നത് വലിയ പ്രശ്നമാണ്. കാരണം ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ SPGക്ക് പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ കാര്യത്തിനകത്ത് കണിശതയുണ്ട്. ആ കണിശത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പേരെ സ്വീകരിക്കാൻ വരാവൂ, ഇത്ര പേര് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവരുടെ കാഴ്ചവട്ടത്തിന് അപ്പുറത്തേക്ക് ഒരു സംഭവം അവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഭരണഘടനാ തലവൻ രാഷ്ട്രപതിയാണ്, പക്ഷേ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഈ 2 പേരിൽ ആർക്കാണ് കൂടുതൽ സുരക്ഷ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിക്കാണ്. കാരണം ഈ രാഷ്ട്രപതിക്ക് ആചാരപരമായ ഒരു സുരക്ഷാ സംവിധാനമാണ്, മറ്റത് പഴുതടച്ച സുരക്ഷാ സംവിധാനമാണ്. ഇവിടെ പഴുതടച്ച അല്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, പണ്ട് ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ മോട്ടോർ കേഡ് ഇങ്ങനെ വരുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് പ്രധാനമന്ത്രിയുടെ വരുന്നു.
ഏത് മോട്ടോക്കേഡും മാറിക്കൊടുക്കണം, ഏത് വാഹന വ്യൂഹം മാറിക്കൊടുക്കണം എന്ന് വെച്ചാൽ രാഷ്ട്രപതിയുടെ മാറിക്കൊടുക്കണം. ഇത് സാങ്കല്പിക ചോദ്യമാണ്. ഞാനിപ്പോൾ നിയമം പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഡിബേറ്റിൽ വന്നൊരു സാധനമാണ്. രണ്ടും വരുവാണ്, പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഓപ്പോസിറ്റ് വന്നാൽ ആർക്ക് മാറിക്കൊടുക്കണം? രാഷ്ട്രപതിയുടെ ഇത് മാറിക്കൊടുക്കണം എന്നാണ് ഒരു നമ്മളെ നിയമം പഠിപ്പിച്ച ലോ കമ്മീഷൻ അംഗമായിരുന്ന ഒരു അധ്യാപകൻ നമ്മളോട് പറഞ്ഞു. അതാണ് അതിൻ്റെ രീതി. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ നിന്ന് അങ്ങോട്ട് വെടിവെക്കാം. പക്ഷെ ഇതൊരിക്കലും സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. പക്ഷേ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ രണ്ടിൻ്റെയും പൊസിഷനാണ് വ്യത്യാസം. പ്രധാനമന്ത്രി പ്രസിഡന്റിന് വലിയ അധികാരമുണ്ട്. പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത് അറിയോ? ഇപ്പോൾ രാഷ്ട്രപതിയുടെ മുന്നിൽ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ രാഷ്ട്രപതി കസേരയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തൊരു LMG അല്ലെങ്കിൽ AK-47 ഇരിപ്പുണ്ട്. പക്ഷേ രാഷ്ട്രപതിയുടെ 2 കൈയും കെട്ടിയിരിക്കുകയാണ്. തോക്ക അവിടെ ഇരിപ്പുണ്ട്, വെടിവെക്കാൻ പറ്റില്ല. അത് വെടിവെക്കണമെങ്കിൽ പ്രധാനമന്ത്രി വന്നിട്ട് കൈ അഴിച്ചു കൊടുത്തിട്ട് വെക്ക് വെടി എന്ന് പറയണം. അതായത് കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് മാത്രമേ ഒരൊപ്പിടാൻ പോലും രാഷ്ട്രപതിക്ക് കഴിയും. ഇതൊരു വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ആ രാഷ്ട്രപതിയുടെ സുരക്ഷ വളരെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ, ആ വാഹന വ്യൂഹത്തിലേക്കാണ് എല്ലാ പ്രോട്ടോകോൾ മര്യാദയും ലംഘിച്ച് ആര്യ രാജേന്ദ്രൻ കാറിടിച്ച് കയറ്റിയത്. അന്ന് രാംനാഥ് കോവിന്ദ് മാന്യനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരൊരു മിതത്വം പാലിച്ചുകൊണ്ട് പ്രശ്നം വെടി അല്ലെങ്കിൽ അരിപ്പ പോലെ ആരെയും തുളഞ്ഞു പോയേ. പിന്നല്ലാതെ അത് അത്രയും സുരക്ഷയല്ല. മോദിയുടെ കാര്യത്തിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിജിക്ക് അത്രയേറെ സുരക്ഷ വേണ്ടത് ഭീഷണികളും കൂടെയുണ്ട്. നിരവധി ഭീഷണികളുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഭീഷണികളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പഴുതടച്ച സംവിധാനം, ഒരു ഈച്ച പോലും എക്സ്ട്രാ വരാൻ പറ്റില്ല. അതാണ് അതിൻ്റെ അകത്ത് ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിയമവും ആ സംവിധാനം അവർക്ക് നോക്കിയേ പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, 2 പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. 2 പരിപാടികളിൽ മേയർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവർ വേണ്ടെന്ന് വെച്ചാൽ ഉന്നത സൈനിക പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വരുന്നുണ്ട്. ആദ്യം ഗവർണർ, പിന്നെ മുഖ്യമന്ത്രി, പിന്നെ അത് കഴിഞ്ഞിട്ട് മേയറാണ് വരേണ്ടതെങ്കിലും ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നുള്ളത് കൊണ്ട് DGP ഉറപ്പായിട്ടും കാണും. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ പറയുന്ന മറ്റൊരു ആൾ കൂടെ അതിൻ്റെ അകത്തേക്ക് വേണ്ട 2 വേദികളിൽ 2 പരിപാടികളിൽ ഒരുമിച്ച് പങ്കെടുക്കുകയാണ് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് എക്സ്ട്രാ ഒരു വാഹനം പോലും അനുവദിക്കാൻ കഴിയില്ല. ആ പറയുന്ന വാഹനങ്ങൾ ബ്ലൂ ബുക്കിൽ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഘട്ടത്തിൽ പോലും മാറ്റം വരുത്താൻ കഴിയില്ല. സ്റ്റോപ്പ് വേഗതയ്ക്ക് പോലും കൃത്യമായ നിർദ്ദേശങ്ങൾ മുൻകൂട്ടി ഉണ്ടാകും. അതുപോലെ ലംഘിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അല്ല, വലിയ തമാശ. നമ്മുടെ മാപ്പകൾ കൈരളി TV ഒക്കെ ഇപ്പോഴാണ് അറിഞ്ഞത്. രാജേഷ് നേരത്തെ അറിഞ്ഞിരുന്നു. രാജേഷിന് അറിയാം. വളരെ നിർമ്മമനായി അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. രാജേഷ് അത് ഉൾക്കൊണ്ടു, അത് മനസ്സിലാക്കി. കാരണം ഇത്രയും സുരക്ഷാ പ്രശ്നമുള്ളതുകൊണ്ട് 2 പരിപാടികളിൽ മോദിയുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അവിടെ പോകുന്നതിന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷേ ഞാനിപ്പോഴും സംശയിക്കുന്നു, ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുകയില്ല. സംസ്ഥാന സർക്കാർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് മേയറുടെ പേര് വെട്ടിപ്പോയോ എന്നുള്ള സാധ്യത കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാലും മോദി വന്നു പോയതിന് ശേഷം, ആദരണീയനായ പ്രധാനമന്ത്രി വന്നു പോയതിന് ശേഷം അത് BJP അടക്കമുള്ളവർ പരിശോധിക്കുമായിരിക്കും. ഏതായാലും ഇതൊരു വലിയ വിവാദമാക്കാൻ ശ്രമിക്കുന്നത്, കാരണം കേരളത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ആരംഭിക്കുകയാണ്. തിരുവനന്തപുരം തലസ്ഥാന നഗരി BJPക്ക് അധികാരം കിട്ടി. അവിടെ BJPയുടെ മേയർ വരുന്നു. അപ്പോൾ ആദ്യത്തെ മേയർ വന്നപ്പോൾ ഒഴിവാക്കി. ഇനി മാത്രമല്ല, ഈ ആര്യ രാജേന്ദ്രനെ പങ്കെടുപ്പിക്കാത്ത പരിപാടിയുണ്ട്. വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ പരിപാടിക്ക് പ്രധാനമന്ത്രി വന്നപ്പം ആര്യ രാജേന്ദ്രനെ ഇല്ലായിരുന്നു, സാന്നിധ്യം പോലും ഇല്ലായിരുന്നു, പങ്കെടുപ്പിച്ചിട്ടില്ല. അന്ന് ഇവർ കുറേ നിലവിളിച്ചതാണ്. അപ്പം അന്നും പറഞ്ഞെന്താണ്, സുരക്ഷാ കാരണങ്ങളാൽ SPG തീരുമാനിച്ചാണ് എന്നൊക്കെ പറഞ്ഞു. അതേ മാനദണ്ഡം മേയർ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി മോദിജി ഇനിയും വരും തിരുവനന്തപുരത്ത്. അപ്പോഴും തിരുവനന്തപുരത്ത് മേയറായിട്ട് രാജേഷ് ഉണ്ടാവും. രാജേഷ് പുഷ്പം കൊടുത്ത് ബൊക്ക കൊടുത്ത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇനിയും കിട്ടും മാപ്രകളെ. പക്ഷേ തിരുവനന്തപുരത്തുകാരെന്ന നിലയിലും വീരാശ്വരനോട്ട് ഒരു അടുപ്പമുള്ളതിൻ്റെയും സ്നേഹമുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. വലിയ അത്രയ്ക്ക് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു പോകുമോ ഒരാളെന്നുള്ള ഒരു ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം അദ്ദേഹം സ്വീകരിക്കുന്നത്. അല്ല, നമ്മൾ ഈ വൈകാരികമായി എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മേയർ അങ്ങനൊരു ചിത്രം തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്നിറങ്ങുമ്പോൾ മേയർ പ്രിയം പറഞ്ഞതുപോലെ VV രാജേഷ്, നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ഒരു ബൊക്ക കൊടുത്ത് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നൊരു ചിത്രം നാളെ പത്രങ്ങളിലെല്ലാം ഒന്നാം പുറത്ത് തെളിഞ്ഞു വരണമെന്നും അത് ചാനലുകളിൽ കാണിക്കണമെന്നും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതാണ് തിരുവനന്തപുരത്തെ വിജയം. അപ്പോൾ അത് ഫസ്റ്റ് വിസിറ്റിൽ അത് വേണ്ടതായിരുന്നു. അത് എങ്ങനെ ഒഴിവായിപ്പോയി എന്നുള്ളത് പരിശോധിക്കപ്പെടുമായിരിക്കും. പക്ഷേ നമ്മളത് ഒരു രാജേഷിനുള്ള ഇഷ്ടം, തിരുവനന്തപുരത്തെ പ്രിയൻ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരംകാരനും കൂടി ആയതുകൊണ്ട് കോർപ്പറേഷനിലെ പ്രഥമ പൗരനായ മേയറുടെ കീഴിലുള്ള ഒരു പൗരനായതുകൊണ്ടുള്ള ഒരു വൈകാരികമായ കാര്യമാണ്. പക്ഷേ വൈകാരികമായിട്ടാണ് അല്ല സുരക്ഷാ പ്രശ്നങ്ങളെ നോക്കേണ്ടത്. ഏതായാലും മേയർ രാജേഷിനെ സംബന്ധിച്ച് രാജേഷ് നരേന്ദ്രമോദിജിയുടെ അടുത്തിരിപ്പുണ്ട്.
ഈ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വിഷ്വൽസ് വന്നിട്ടുണ്ട്. 2 പരിപാടികളിൽ തിരുവനന്തപുരം മേയർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ട്. ഇനിയും പ്രധാനമന്ത്രി എത്രയോ തവണ ഇനി തിരുവനന്തപുരത്ത് വരാനിരിക്കുന്നു. അപ്പോഴൊക്കെ 5 വർഷം ഉണ്ടല്ലോ. 5 വർഷം മേയർക്കും ഉണ്ട്, 5 വർഷം 4 വർഷം പ്രധാനമന്ത്രിക്കും ഉണ്ട്. അപ്പോൾ മിനിമം ഒരു 15 തവണയെങ്കിലും ഒരു പക്ഷേ മേയർക്ക് പ്രധാനമന്ത്രിക്ക് ഒരു ബൊക്ക കൊടുത്ത് സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാവും. പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കിട്ടിയ അവസരമാണ്. കാരണം ഇത് പൊലിപ്പിക്കുകയാണ്. തിരുവനന്തപുരത്ത് മോദി വന്നിട്ട് പ്രഖ്യാപിച്ച പദ്ധതികൾ, തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുണ്ടല്ലോ, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയുടെ കൊണ്ടുവരും. എന്നിട്ട് കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള, കേരളത്തിലെ ബാക്കിയുള്ള പ്രദേശത്തെ ജനങ്ങളെയൊക്കെ കൊതിപ്പിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തിരുവനന്തപുരത്ത് നടത്താൻ പോവുക. അപ്പോൾ അതിൻ്റെ മാറ്റം കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിക്കൊണ്ടിരിക്കുക. കൈരളിയൊക്കെ അങ്ങ് തുള്ളിച്ചാടുകയാണ്. എന്തൊരു സ്നേഹമാണ് കൈരളിക്ക് വി രാജേഷിനോട്. ഏതായാലും ആ സ്നേഹം അങ്ങിരിക്കട്ടെ. ഇത് നക്കിക്കൊല്ലാനുള്ള സ്നേഹമാണ്, നമ്മൾ തിരിച്ചറിയണം. ഏതായാലും പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായി ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വേദനാജനകമാണെങ്കിലും നമുക്ക് അത്ര സുഖകരമല്ലെങ്കിൽ പോലും ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോഴും ഞാൻ വീണ്ടും സംശയിക്കുന്നു, സംസ്ഥാന സർക്കാർ ഇതിനകത്തൊരു കള്ളക്കളി കളിച്ചിട്ടുണ്ടോ? എനിക്ക് സംശയമുണ്ട്. കാരണം ഈ പട്ടിക പോകുന്നത് പൊതുഭരണ വകുപ്പിൻ്റെ വാതിലിലൂടെ, ട്രാക്കിലൂടെയാണ്. ആദരണീയനായ പ്രധാനമന്ത്രിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇറങ്ങാൻ അനുവാദം കൊടുക്കാതിരുന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ പരിപാടി നടത്താൻ അനുവാദം കൊടുക്കാതിരുന്നത്, ഇറങ്ങാനല്ല, പരിപാടി നടത്താൻ അനുവാദം കൊടുത്തില്ല. മറ്റൊരു സ്റ്റേഡിയം കൂടെ ചോദിച്ചു, ഗ്രീൻഫീൽഡ് ചോദിച്ചു, അവിടെയും കൊടുത്തില്ല. ഒടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ, രാജേഷ് മേയറായിരിക്കുന്ന കോർപ്പറേഷൻ്റെ പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തേണ്ടി വന്നതും ഈ സർക്കാർ കാരണമാണ്. കേരളത്തിലെ പൊതുഭരണ വകുപ്പ്, പിണറായി വിജയൻ നേരിട്ട് ഭരിക്കുന്ന വകുപ്പിൻ്റെ പിടിവാശി കൊണ്ടാണ്. ആ വകുപ്പിലൂടെയാണ് ഈ സ്വീകരിക്കേണ്ട ആളുകളുടെ പട്ടിക പോയത് എന്നത് മറക്കാതിരിക്കുക. ഈ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മൂടി വെക്കുന്ന ഇത്തരം വാർത്തകൾ നിങ്ങളോട് പറയാൻ ഞങ്ങൾ ഏതായാലും ഉണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ലൈവ് എന്നുള്ള ചാനൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം, സഹായം വേണം. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങൾ ഞങ്ങളെ സഹായിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ്. നമ്മുടെ ലോഗോയുടെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞ് വരും. അത് വെറുതെ ഒന്ന് വിരലമർത്തിയാൽ മതി. എന്നിട്ട് തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ സഹായിക്കുക.